കഥാലോകം 360 സബ്സ്ക്രൈബ് ചെയ്യാം. നമസ്കാരം. ഇന്ന് നമ്മൾ ശാന്തിദേവിയുടെ ശരിക്കും അവിശ്വസനീയമായ ആ ജീവിതകഥയിലേക്ക് ഒന്നാഴ്ന്നിറങ്ങുകയാണ്. അതെ, പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട പിന്നെ നന്നായി രേഖപ്പെടുത്തപ്പെട്ട കേസുകളിലൊന്നാണിത്. നമ്മുടെ കയ്യിലുള്ളത് അന്നത്തെ റിപ്പോർട്ടുകൾ, അഭിമുഖങ്ങൾ, ശാന്തിദേവിയുടെ ഓർമ്മക്കുറിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 1930കളില് ഇന്ത്യയെ ശരിക്കും പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. മഹാത്മാഗാന്ധിയെപ്പോലുള്ളവര് ഇതിൽ ശ്രദ്ധിച്ചു എന്നത് തന്നെ വലിയ കാര്യം. അപ്പോ നമ്മുടെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ ഈ വിവരങ്ങളൊക്കെ വെച്ച് ഇതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൗതുകമുണർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക എന്നതാണ്, അല്ലേ? തീർച്ചയായും. വെറുതെ കഥ പറഞ്ഞു പോവുകയല്ല. എന്തുകൊണ്ട് ഈ കേസ് ഇത്ര സവിശേഷമായി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി, അപ്പൊ തുടങ്ങാം. ഓർമ്മകളുമായി വന്ന ഒരു പെൺകുട്ടി, ശാന്തിദേവി. 1926 ഡിസംബർ 11 ഡൽഹിയിലാണ് ജനനം. ചെറുപ്പത്തിൽ ഒരു 4 വയസ്സുവരെയൊന്നും അധികം സംസാരിക്കലായിരുന്നു എന്ന് കേൾക്കുന്നു. അതെ, പക്ഷെ 4 വയസ്സ് കഴിഞ്ഞതോടെയാണ് കാര്യങ്ങളാകെ മാറിയത്. അവൾ തീർത്തും വേറൊരു ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്വന്തം വീട് മധുരയിലാണെന്നും ഏകദേശം 145 കിലോമീറ്റർ ദൂരെയാണെന്നും. അതെ, അവിടെ ഭർത്താവുണ്ട്, ഒരു മകനുണ്ട് എന്നൊക്കെ. തന്റെ പേര് ലുഗ്ഡി ദേവി എന്നാണെന്നും അവൾ പറഞ്ഞു. വീട്ടുകൾ ആദ്യം ഇത് കാര്യമാക്കിയില്ല, അല്ലേ? കുട്ടികളുടെ ഭാവന എന്നൊക്കെ കരുതി കാണും. സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷെ ശാന്തിയുടെ പറച്ചിലുകൾ കൂടുതൽ കൃത്യവും സ്ഥിരതയുള്ളതുമായപ്പോൾ അവർക്ക് ചെറിയൊരു ആശങ്ക തോന്നിത്തുടങ്ങി. മധുരയിലെ വീട്, ഭർത്താവ് കേദാർനാഥ്, അദ്ദേഹത്തിന്റെ തുണിക്കട, ഇതൊക്കെ വളരെ വിശദമായി പറഞ്ഞു. പോരാത്തതിന് ഒരു മകനെ പ്രസവിച്ച് 10 ദിവസത്തിനകം താൻ മരിച്ചു എന്നുള്ള ആ വിശദാംശങ്ങൾ വരെ. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മധുരയിൽ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത ഈ കുട്ടി അവിടുത്തെ പ്രാദേശിക ഭാഷാഭേദം ഉപയോഗിക്കാൻ തുടങ്ങി. ഓഹോ, അതാണ് ശരിക്കും ശ്രദ്ധേയമായ കാര്യം. അതെ, അത് മാതാപിതാക്കളെ ശരിക്കും ചിന്തിപ്പിച്ചു. പിന്നെ ഈ പ്രസവത്തെക്കുറിച്ചുള്ള മെഡിക്കൽ ഡീറ്റെയിൽസ്, അതവരുടെ ഫാമിലി ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു. ഇത് വെറും കുട്ടിക്കളിയല്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ കഥ പതിയെ പുറത്തറിയാൻ തുടങ്ങി. അപ്പോഴാണ് സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഈ വിഷയത്തിൽ താൽപ്പര്യമെടുക്കുന്നത്. അതെ, അദ്ദേഹമാണ് ശാന്തി പറഞ്ഞ ആ മധുരയിലെ വിലാസത്തിലേക്ക് ഒരു കത്തയച്ചത്, കേദാർനാഥ് എന്ന പേരിൽ. ആ കത്തിന്റെ മറുപടി അതാണ് ഈ കേസിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേദാർനാഥ് എന്നൊരാൾ മറുപടി അയച്ചു. ശരിക്കും? അതെ. ശാന്തിദേവി ജനിക്കുന്നതിന് 1 വർഷം മുന്നേ ലുബ്ബി ദേവി എന്ന തന്റെ ഭാര്യ ഒരു മകനെ പ്രസവിച്ച ശേഷം മരിച്ച കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു. ശാന്തി പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെന്നും സമ്മതിച്ചു. അപ്പോ കഥയുടെ ഒരു വലിയ വഴിത്തിരിവ് അവിടെ സംഭവിച്ചു. അതോടെ കേദാർനാഥ് തന്റെ ഇപ്പോഴത്തെ ഭാര്യ പിന്നെ ലുഗ്ഡിയിലുണ്ടായ ആ മകൻ നവനീത് ലാൽ ഇവരുമായി ശാന്തിയെ കാണാൻ ഡൽഹിയിലെത്തി. അവിടെ വെച്ച് കേദാർനാഥ് ഒരു ചെറിയ പരീക്ഷണം നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. അതെ. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കേദാർനാഥ് ആദ്യം പരിചയപ്പെടുത്തിയത് താൻ കേദാർനാഥിന്റെ സഹോദരനാണെന്നാണ്. എന്നിട്ടോ ശാന്തി വിശ്വസിച്ചോ? ഇല്ലല്ല. ശാന്തിദേവിക്ക് ആളെ തെറ്റിയില്ല. അവൾ ഉടൻ തന്നെ കേദാർനാഥിനെയും മകൻ നവനീത് ലാലിനെയും തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല, അവരൊരുമിച്ചുണ്ടായിരുന്ന ജീവിതത്തിലെ ചില സ്വകാര്യ നിമിഷങ്ങൾ, ലുഗ്ഡിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ വരെ അവൾ ഓർത്തു പറഞ്ഞു. അത് കേദാർനാഥിനെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. കണ്ടുനിന്ന എല്ലാവരെയും അത് അത്ഭുതപ്പെടുത്തി. ഈ സംഭവമാണ് പിന്നീട് മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഗാന്ധിജിയുടെ ഇടപെടൽ ഇതിന് വലിയ പ്രാധാന്യം നൽകിയല്ലേ? വളരെ വലിയ പ്രാധാന്യം നൽകി. ഗാന്ധിജിയുടെ ശ്രദ്ധ വന്നതോടെ ഈ കേസിനൊരു പ്രത്യേക വിശ്വാസ്യതയും കൂടുതൽ പൊതുശ്രദ്ധയും കിട്ടി. അദ്ദേഹം ഇത് കേട്ട് സുമ്മനെയിരുന്നില്ല. ഒരു കമ്മീഷനെ നിയമിച്ചു. അതെ, ഇതിന്റെ സത്യാവസ്ഥ പഠിക്കാൻ 15 പ്രമുഖരടങ്ങുന്ന ഒരു കമ്മീഷനെ നിയമിച്ചു. 1935 നവംബറിൽ ഈ കമ്മീഷൻ ശാന്തിദേവിയോടൊപ്പം മധുരയിലേക്ക് പോയി. ശാന്തിയും കൂടെ പോയി. എന്നിട്ട് മധുരയിൽ എന്താണ് സംഭവിച്ചത്? അതാണ് ഏറ്റവും നിർണായകം. മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതു മുതൽ ശാന്തി ആരുടെയും സഹായമില്ലാതെ വഴികാട്ടിയായി മുന്നിൽ നടന്നു. സ്വന്തമായിട്ട്? അതെ. വഴിയിലെ കടകളും സ്ഥലങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു. നേരെ ചെന്നത് ലുഗ്ഡി ദേവിയുടെ പഴയ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ലുഗ്ഡിയുടെ ബന്ധുക്കളെ, മുത്തച്ഛനെ അടക്കം പേര് ചൊല്ലി വിളിച്ചു. അവിശ്വസനീയം. വീടിന്റെ അകത്തുള്ള കാര്യങ്ങള്, മുറികള്, എവിടെ എന്തൊക്കെയുണ്ടായിരുന്നു എന്നൊക്കെ കൃത്യമായി പറഞ്ഞു. പിന്നെ താൻ കുറച്ച് പണം ഒളിപ്പിച്ചു വെച്ച ഒരു സ്ഥലവും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ പണം അവിടെ ഉണ്ടായിരുന്നോ? അവിടെ ഒരു കുഴിയുണ്ടായിരുന്നു, പക്ഷെ പണം കണ്ടില്ല.
ഒരുപക്ഷെ കേദാർനാഥ് അത് നേരത്തെ എടുത്തിട്ടുണ്ടാവാമെന്നാണ് പിന്നീട് ശാന്തി പറഞ്ഞത്. പക്ഷെ പണം കിട്ടിയില്ല എന്നതൊഴിച്ചാൽ ബാക്കി അവൾ പറഞ്ഞ കാര്യങ്ങൾ, ആളുകളെ തിരിച്ചറിഞ്ഞത്, സ്ഥലങ്ങൾ ഓർത്തത്, ഇതൊക്കെ കമ്മീഷനെ ശരിക്കും ബോധ്യപ്പെടുത്തി. അപ്പോൾ കമ്മീഷന്റെ റിപ്പോർട്ട് എന്തായിരുന്നു? 1936 പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ട് ശാന്തിദേവി ലുഗ്ഡി ദേവിയുടെ പുനർജന്മം തന്നെയാണെന്ന നിഗമനത്തിലാണെത്തിയത്. അത്രയ്ക്ക് ശക്തമായിരുന്നു തെളിവുകൾ. ശരി. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ശാന്തിദേവിയുടെ ജീവിതം. അവർ പിന്നീട് വിവാഹം കഴിച്ചില്ല, പക്ഷെ തന്റെ ഈ അനുഭവത്തെക്കുറിച്ച് പലരോടും സംസാരിച്ചു. ഡോക്ടർ ഇയാൻ സ്റ്റീവൻസിനെ പോലുള്ള പ്രശസ്തരായ പുനർജന്മ ഗവേഷകർ ഈ കേസ് വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. സ്റ്റീവൻസന്റെ പഠനങ്ങളിൽ ഈ കേസിന് എന്തു പ്രാധാന്യമാണുള്ളത്? സ്റ്റീവൻസൺ ലോകം മുഴുവൻ നടന്ന് ആയിരക്കണക്കിന് കേസുകൾ പഠിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശാന്തിദേവിയുടെ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് വളരെ നേരത്തെ, അതായത് സംഭവം നടക്കുമ്പോൾ തന്നെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടു. ഒരു നിഷ്പക്ഷ കമ്മീഷൻ അന്വേഷിച്ചു. പിന്നെ ശാന്തിദേവി ജീവിതകാലം മുഴുവൻ തന്റെ ഓർമ്മകളിൽ, ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചുനിന്നു. പക്ഷെ ഇതിനെല്ലാം സംശയത്തോടെ കാണുന്നവരും ഉണ്ടാവുമല്ലോ. യാദൃശികമായിരിക്കാം, അല്ലെങ്കിൽ ക്രിപ്റ്റോനേഷ്യ എന്ന് പറയുന്ന ഒരവസ്ഥ. ശരിയാണ്, ക്രിപ്റ്റോനേഷ്യ. അതായത് നമ്മൾ എവിടെ നിന്നോ കേട്ടതോ അറിഞ്ഞതോ ആയ കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ഓർമ്മയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അത്തരം വാദങ്ങൾ ഇതിലുണ്ടോ? ഉണ്ട്. പക്ഷെ അതിന് മറുവാദവുമുണ്ട്. ശാന്തിദേവിയുടെ കാര്യത്തിൽ അവർക്ക് ഒരു തരത്തിലും അറിയാൻ സാധ്യതയില്ലാത്ത അത്രയും വ്യക്തിപരമായ, കൃത്യമായ വിവരങ്ങൾ. മധുരയിലെ ഭാഷാഭേദം ഉപയോഗിച്ചത്, ലുഗിഡിയുടെ അതേപോലുള്ള വൈകാരിക പ്രകടനങ്ങൾ, ഇതൊന്നും ക്രിപ്റ്റോമനേഷ്യ കൊണ്ട് മാത്രം വിശദീകരിക്കാൻ പറ്റില്ല എന്നു മറ്റുള്ളവർ വാദിക്കുന്നു. അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോഴും ഒരു പ്രഹേളികയായിട്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിയുടെ അവിശ്വസനീയമായ ഓർമ്മകൾ, അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ, ഗാന്ധിജിയെപ്പോലുള്ള ഒരാളുടെ ഇടപെടൽ, ഒരു ഔദ്യോഗിക അന്വേഷണം, ഇതെല്ലാം ശാന്തിദേവിയുടെ കഥയെ വേറിട്ട് നിർത്തുന്നു. അതെ, പുനർജന്മത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇതൊരു നാഴികക്കല്ല് തന്നെയാണ്. ഈ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു പോകും, ഓർമ്മകൾക്ക്, ഒരു വ്യക്തിയുടെ സ്വത്വത്തിന് മരണത്തെ അതിജീവിക്കാൻ കഴിയുമോ? ഈ ആഴങ്ങളെക്കുറിച്ച് നമ്മൾ ഇനിയും തിരിച്ചറിയാത്ത വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണോ? ആ ചോദ്യം ഞങ്ങൾ നിങ്ങൾക്കായി വിടുന്നു. ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥാലോകം 360 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.